നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. വിയപുരത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി കത്തിയെരിഞ്ഞ നിർധന കുടുംബത്തിന് ആശ്വാസമായി മാർത്തോമ സഭയുടെ അഭയ പദ്ധതി. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ 77ാം ജന്മദിന സമ്മാനമായാണ് ഇവർക്കായി പുതിയ വീട് ഒരുക്കുക. മെത്രാപ്പോലിത്തയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് സഭയായി ആവിഷ്കരിച്ച ഭവന പദ്ധതിയാണ് അഭയ. പദ്ധതിയിൽ ഇതുവരെ 90 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഭൂഭവനരഹിതർക്ക് 75 വീടുകൾ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും ജനകീയ പങ്കാളിത്തത്തിൽ 150 വീടുകൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സഭ. വിയപുരത്ത് ഒരു നിർധന കുടുംബത്തിന്റെ വീട് കത്തിച്ചാമ്പലായ വാർത്ത അറിഞ്ഞ മെത്രാപ്പോലിത്ത ഉടൻ വിവരങ്ങൾ അന്വേഷിക്കുകയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അഭയ പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. 5 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. പലകകൾ കൊണ്ട് നിർമ്മിച്ച ചുവരുകളും തകരപ്പാളികളാലുള്ള മേൽക്കൂരയും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ, പാചക സാമഗ്രികൾ, വസ്തുസംബന്ധമായ രേഖകൾ, വ്യക്തിപരമായ രേഖകൾ തുടങ്ങിയവയെല്ലാം എരിഞ്ഞടങ്ങി. ഗ്രഹനാഥൻ പെയിന്റിംഗ് ജോലിയിലും ഭാര്യ ഹരിപ്പാടുള്ള ഒരു ചെറിയ തുണിക്കടയിൽ ജോലിയിലും പരീക്ഷയ്ക്ക് തയ്യാറാവുകയായിരുന്ന മകൾ സ്കൂളിലുമായിരുന്നതിനാൽ ആളപായം ഒഴിവായി. മകളുടെ പഠനോപകരണങ്ങളെല്ലാം അഗ്നിക്ക് ഇരയായി. അടുത്തുള്ള ഒരു വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് കുടുംബം. മെത്രാപ്പോലിത്തയുടെ നിർദ്ദേശപ്രകാരം അഭയ പദ്ധതി ഭവന നിർമ്മാണ കോർഡിനേറ്റർ റവറൻ VS കറിയ, നിരണം സെന്റ് തോമസ് ഇടവക വികാരി റവറൻ ചാർലി ജോൺസ്, എഞ്ചിനീയർമാരായ ND എബ്രഹാം, മാത്യു തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് ഭവന നിർമ്മാണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി. 2 കിടപ്പുമുറികൾ, ഹാൾ, അടുക്കള, ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും വീട്. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ 75ാം ജന്മദിനത്തിൽ സഭയായി ആവിഷ്കരിച്ച അഭയഭവന പദ്ധതിയിൽ നിർമ്മിച്ച 90ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. തിരുവല്ല മുത്തൂരിൽ നിർമ്മിച്ച വീടിന്റെ കൂദാശ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ഫാദർ എബ്രഹാം കോർ എപ്പിസ്കോപ്പ, ഫാദർ മത്തിയാസ് കവുങ്കൽ, റവറൻ VS കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന നേതൃത്വത്തിൽ നവദർശന സംഗമം സംഘടിപ്പിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരുന്നു. ദൈവബന്ധത്തിൽ ബലമുള്ളവരായി മാറണമെന്ന് സഫ്രഗൻ മെത്രാപ്പോലിത്ത പറഞ്ഞു. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ വിനിൽ പോൾ മുഖ്യ പ്രഭാഷണം നടത്തി. അടിസ്ഥാന അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട പിന്നോക്ക ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് മിഷണറിമാരുടെ ഇടപെടലുകളിലൂടെയാണെന്ന് ഡോക്ടർ വിനിൽ പോൾ പറഞ്ഞു. മുൻ ജന്മ സങ്കല്പ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ ജീവിതത്തെ വിലയിരുത്തിയിരുന്ന കാലത്ത് നിന്നും ആഹാരരീതി, വസ്ത്രധാരണ രീതി, ആരാധനാ രീതി, സാമൂഹ്യ ഇടപെടൽ രീതി എന്നിവയിൽ എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചത് മിഷണറിമാരുടെ പ്രവർത്തന ഫലമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദളിത് ക്രൈസ്തവർക്ക് സംവരണങ്ങൾ നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വരും തലമുറയ്ക്ക് നൽകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, റവറൻ സജു ജോൺ, മാത്യു കെ തമ്പി, ഏലിയാമ്മ അലക്സ്, സൂസൻ സാമുവൽ, മനോജ് ജോർജ്, ജോൺ സാമുവൽ, രാജു തേക്കടിയിൽ, റെഞ്ചി പാതാലിൽ, ജേക്കബ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. കൾച്ചറൽ പ്രോഗ്രാം പ്രശസ്ത യുവ സംവിധായകൻ പ്രശാന്ത് മോളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മാർത്തോമ സഭാംഗമായ അദ്ദേഹത്തെ മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത പൊന്നാട അണിയിച്ച് ആദരിച്ചു. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളെയും ആദരിച്ചു. വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പുരാതന ഗ്രഹോപകരണങ്ങൾ, വ്യാപാര ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, നാണയങ്ങൾ, കരകൗശല വസ്തുക്കൾ, ശില്പങ്ങൾ, പെയിന്റിങ്സ്, നാടൻ പലഹാരങ്ങൾ എന്നിവയുടെ പ്രദർശനമേളയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. പ്രദർശനമേള ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു.
അധ്യാപകർ മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. മാർത്തോമ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 95ാമത് വാർഷിക സമ്മേളനം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലീത്ത. അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് അറയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ രാജ്യസഭാ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊഫസർ PJ കുര്യൻ അവാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ A മുഹമ്മദ് കബീർ മുഖ്യ പ്രഭാഷണം നടത്തി. മാർത്തോമ സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, മാനേജർ കുരുവിള മാത്യു, റജി ചാക്കോ, ജോർജ് ബിനു രാജ്, ഡോക്ടർ അരുൺ ബി മാത്യൂസ്, മറിയം തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി റെനി വർഗീസ് പ്രസിഡന്റ്, സജി അലക്സ് MP, തോമസ് വൈസ് പ്രസിഡന്റുമാർ, ജോർജ് ബിനുരാജ് ജനറൽ സെക്രട്ടറി, ഷിമോനി ഏബൽ, ഡീന മേരി ലൂക്ക് ജോയിന്റ് സെക്രട്ടറിമാർ, സജി ജേക്കബ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന തലത്തിൽ ആദ്യമായി ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് സെന്റർ എന്ന നൂതന പദ്ധതി നടപ്പാക്കി മാർത്തോമ സഭയുടെ കീഴിലുള്ള പുനലൂർ വിളക്കുവെട്ടം ഓർഫനേജ് UP സ്കൂൾ. വിദ്യാർത്ഥികളുടെ ബഹുമുഖ ബൗദ്ധിക ജീവിത നിപുണത വികസനം ലക്ഷ്യമിടുന്ന പദ്ധതി അമേരിക്കയിലെ ഡാലസ് മാർത്തോമ ഇടവക ഫാമേഴ്സ് ബ്രാഞ്ച് യുവജന സഖ്യത്തിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് നടപ്പാക്കുക. ഈ പദ്ധതിയോടൊപ്പം റോബോട്ടിക് ലാബും സ്കൂളിൽ ആരംഭിച്ചത് ചരിത്ര നേട്ടമായി. 125 വിദ്യാർത്ഥികളും 9 അധ്യാപകരുമുള്ള ഈ സ്കൂളിൽ നടപ്പാക്കിയ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വലിയ സാധ്യതകളാവും തുറക്കുക. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് മാതൃകയായി മാറിയ എൻ്റെ കുട്ടി, വിദ്യാർത്ഥി സൗഹൃദ വിലയിരുത്തൽ പദ്ധതി എന്നിവ ഈ സ്കൂൾ നേരത്തെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നതായി സ്കൂൾ പ്രഥമ അധ്യാപകൻ ബിജു കെ തോമസ് പറഞ്ഞു. സ്റ്റുഡൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് സെന്ററിന്റെയും റോബോട്ടിക് ലാബിന്റെയും ഉദ്ഘാടനം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും സാധ്യതകൾ കണ്ടെത്തി വികസിപ്പിക്കപ്പെടുമ്പോഴാണ് ഒരു വിദ്യാലയം സമഗ്രമാകുന്നതെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഓരോ വ്യക്തിയും, പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും, ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളുടെ ഒരു കൂമ്പാരം നൽകിക്കൊണ്ടാണ് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സാധ്യതകൾ ഇവിടെ വന്ന് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നതായാലും ഓരോ കുഞ്ഞിനും സാധ്യതകളെ ഉണർത്തുവാൻ ഇടയായിട്ട് തീരണം എന്നതാണ് ഈ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് സെന്ററിലൂടെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പുനലൂർ VOUP സ്കൂളിൽ നടപ്പിലാക്കിയ നിരവധി നൂതനാശയങ്ങൾ സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടിയിട്ടുണ്ടെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഡോക്ടർ യുയാക്കിം മാർ കൂറിലോ സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. തിന്മയിലേക്ക് എങ്ങനെ വഴി നടത്താമെന്നുള്ളതാണ് ഒരു സമൂഹം. അതിനുവേണ്ടി വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധ്യമായിട്ട് തീരേണ്ടത്. NK പ്രേമചന്ദ്രൻ MP, PS സുപാൽ MLA, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ K ഷാജി, നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത, ഡാലസ് മാർത്തോമ ഇടവക വികാരി റവറൻ Y അലക്സ്, യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് CEO ബെൻസൺ തോമസ് ജോർജ്, സ്കൂൾ മാനേജർ കുരുവിള മാത്യു, സഭാ കൗൺസിൽ അംഗങ്ങളായ PT ഷാജി, ജോർജ് ജേക്കബ്, സ്കൂൾ LAC പ്രസിഡന്റ് റവറൻ P ഫിലിപ്പ്, ഹെഡ്മാസ്റ്റർ ബിജു കെ തോമസ്, ജനറൽ കൺവീനർ GB ബാബു, പ്രോഗ്രാം കൺവീനേഴ്സ് പ്രീത P കുഞ്ഞ്, ആനി തോമസ് എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് ചേർക്കള മാർത്തോമ ബധിര വിദ്യാലയത്തിലെ കുട്ടികൾക്കൊപ്പം ജന്മദിനം ആഘോഷിച്ച് കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ. ബധിര വിദ്യാലയത്തിലെ ചാപ്പലിൽ രാവിലെ മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. പ്രമുഖ സാമൂഹിക പ്രവർത്തക ശതാഭിഷിക്ത ദയാഭായിക്കൊപ്പം കേക്ക് മുറിച്ച് ജന്മദിന സന്തോഷം പങ്കിട്ടു. ഭദ്രാസന സെക്രട്ടറി റവറൻ സജു B ജോൺ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റവറൻ മാത്യു ബേബി, മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ റവറൻ അനീഷ് തോമസ്,
റവറൻ ലിജോ ജോസഫ്, റവറൻ ജോർജ് വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചേർക്കളം മാർത്തോമ ബധിര വിദ്യാലയത്തിന്റെയും മാർത്തോമ കോളേജ് ഓഫ് ഇംപയർഡിന്റെയും വാർഷികാഘോഷങ്ങളും നടന്നു. ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസനാർ ബദറിയ, സാമൂഹിക പ്രവർത്തക ദയാഭായ്, സ്കൂൾ പ്രഥമ അധ്യാപിക S. ഷീല, പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു തോമസ് എന്നിവർ വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. റവറൻ അനീഷ് തോമസ്, റവറൻ ജോർജ് വർഗീസ്, റവറൻ ലിജോ ജോസഫ്, R. ഭാസ്കരൻ, റവറൻ മാത്യു ബേബി, KT ജോഷിമോൻ എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന നേതൃത്വത്തിൽ കാസർഗോഡ് കാടമനയിൽ പ്രവർത്തിക്കുന്ന പ്രശാന്ത ഭവൻ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ വാർഷികം ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. SBCID DYSP സിബി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. തിരുവല്ല SCS EALP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സഭാ സെക്രട്ടറി റവറൻ ABT മാമൻ അധ്യക്ഷനായിരുന്നു. മാർത്തോമ സഭ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സഖറിയ സൗത്ത് ഇന്ത്യൻ ബാങ്ക് CSR ഫണ്ട് ഏറ്റുവാങ്ങി. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ EBK ജോഷുവ, സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു, നഗരസഭാ ചെയർമാൻ അനു ജോർജ്, വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരിൽ, സഭാ കൗൺസിൽ അംഗം തോമസ് കോശി, ലാലമ വർഗീസ്, ഷെൽട്ടർ വി റാഫൽ, SCS സ്കൂൾ പ്രിൻസിപ്പൽ ജോൺ K. തോമസ്, സ്കൂൾ പ്രഥമ അധ്യാപിക ജസി ജോർജ്, എബിനി ബാബു എന്നിവർ സംസാരിച്ചു. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളായ വൈദികരുടെ സമ്മേളനം നിറവ് 2025 നവ്യ അനുഭവമായി. ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസം സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മതത്തിൻ്റെയും വികസനത്തിനും ഉദ്ധാരണത്തിനുമാകണമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. മനുഷ്യത്വത്തിൻ്റെ ഗന്ധമുള്ള നല്ല മനുഷ്യരെ സൃഷ്ടിക്കുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും സഫ്രഗൻ തിരുമേനി അഭിപ്രായപ്പെട്ടു. തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാർത്തോമ സഭാ സെക്രട്ടറി റവറൻ ABT മാമൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഏബ്രഹാം, റവറൻ ഡോക്ടർ ജോസ് പുനമഠം, വികാരി ജനറൽ വെരി റവറൻ CA വർഗീസ്, റവറൻ ഉമ്മൻ ഫിലിപ്പ്, ഫാദർ തോമസ് K. നൈനാൻ, ഫാദർ തോമസ് ജോസഫ്, ഡോക്ടർ ജോൺ ജോർജ് അത്തിയാൽ, പ്രൊഫസർ ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ്, അഡ്വക്കേറ്റ് PE ലാലച്ചൻ, റവറൻ സാം ലൂക്കോസ്, റവറൻ ഷിബിൻ ശിശുമണി, കൃപ സക്കറിയ, ഡോക്ടർ ഡേസി P. കോരദ്, റവറൻ ഡോക്ടർ രാജൻ C. തോമസ്, റവറൻ CBT മാത്യു, റവറൻ രാജു P. ജോർജ്, റവറൻ ജോർജ് ജോസ്, റവറൻ ജേക്കബ് K. മാത്യു, റവറൻ ജോസഫ് ജോണി, റവറൻ ഡോക്ടർ TT സക്കറിയ, റവറൻ CBT മാത്യു, റവറൻ ആൻസൺ നെൽസൺ, ട്രഷറർ ജോജി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. വൈദിക സമ്മേളനം കൺവീനറായി റവറൻ ഡോക്ടർ ജോസ് പുനമഠത്തെ തെരഞ്ഞെടുത്തു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലക്സീനോസ് എപ്പിസ്കോപ്പ, ജനറൽ സെക്രട്ടറി റവറൻ EBK ജോഷുവ, ട്രഷറർ AB വാരിക്കാട്, മിഷൻ കോർഡിനേറ്റർ റവറൻ ഈപ്പൻ ഏബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ജബൽപൂർ, സീഹോറ, സത്ന മിഷൻ പ്രദേശങ്ങളിൽ നടത്തിയ സന്ദർശനം അനുഗ്രഹീതമായി. ജബൽപൂരിലെ ടൈമർ, സീഹോറ ആശ്രമം, വിവിധ സ്ഥാപനങ്ങൾ, ബാലജ്യോതി സ്കൂളുകൾ, വിവിധ ഗ്രാമങ്ങൾ, സത്നയിലെ വിവിധ ഗ്രാമങ്ങൾ, സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം. സന്യസ്തരായ വൈദികർ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സുവിശേഷകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ ഐസക് മാർ ഫീലക്സീനോസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ വിശ്വാസ സമൂഹവുമായി സംവദിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. സീഹോറയിലെ ബാട്യ, ഡോള, തലാട് എന്നീ ഗ്രാമങ്ങൾ സന്ദർശിച്ച സംഘം ഗ്രാമജ്യോതി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്നിവ നേരിൽ കണ്ട് വിലയിരുത്തി പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഇസാഫ് ബാങ്ക് CSR ഫണ്ട് ഉപയോഗിച്ച്
മാർത്തോമ സഭ ചാരിറ്റബിൾ ട്രസ്റ്റിന് അനുവദിച്ച ബൊലേറോ വാഹനം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഏറ്റുവാങ്ങി. ഇസാഫ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ കെ പോൾ തോമസ് വാഹനത്തിന്റെ താക്കോൽ മെത്രാപ്പൊലിത്തയെ ഏൽപ്പിച്ചു. വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ, ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി വാഹനം ഉപയോഗിക്കുമെന്ന് സഭാ സെക്രട്ടറി അറിയിച്ചു. 12ാമത് വെരി റവറൻ എ പൈലി അനുസ്മരണവും സെമിനാറും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. തിരുവല്ല മാർത്തോമ ചർച്ച് അനിമേഷൻ സെന്റർ ഡയറക്ടർ റവറൻ റെൻസി തോമസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാനുഷിക അന്തസ്സും ഭരണഘടനാപരമായ ധാർമ്മികതയും സാമൂഹിക നീതിയുടെ പുനർവിചിന്തനം എന്ന വിഷയത്തിൽ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറും കേരളത്തിലെ പ്രശസ്തനായ യുവ ചരിത്രകാരനുമായ ഡോക്ടർ വിനിൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ എബ്രഹാം, ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ അനീഷ് എസ്, കോളേജ് ട്രഷറർ ശ്രീ ജോജി ചെറിയാൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ എബി തോമസ് എന്നിവർ പ്രസംഗിച്ചു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ MBBS, BPT, BMRSC, മെഡിക്കൽ റെക്കോർഡ് സയൻസ്, BSc ഡയാലിസിസ് ടെക്നോളജി, BSc നഴ്സിംഗ് വെല്ലൂർ ആൻഡ് ചിറ്റൂർ ക്യാമ്പസ്, BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി, BSc റേഡിയോഗ്രഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc കാർഡിയോ പൾമിനറി പെർഫ്യൂഷൻ കെയർ ടെക്നോളജി, BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് മാർത്തോമ സഭയുടെ സ്പോൺസറിംഗ് ആവശ്യമുള്ള സഭാംഗങ്ങൾക്ക് അപേക്ഷാ ഫോറം മാർച്ച് 1 മുതൽ മാർത്തോമ സഭാ ഓഫീസിലും സഭയുടെ വെബ്സൈറ്റായ www.marthoma.in ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ മാർച്ച് 28 വൈകുന്നേരം 3 മുമ്പ് സഭാ ഓഫീസിൽ ലഭിച്ചിരിക്കണമെന്ന് സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ അറിയിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.